ഇടുക്കി മുട്ടത്ത് വയോധികയെ ചുട്ടുകൊലപ്പെടുത്തിയ കേസിൽ സഹോദരി പുത്രന് ജീവപര്യന്തം ശിക്ഷ. വെള്ളത്തൂവൽ സ്വദേശി സുനിൽകുമാറിനെയാണ് ഇടുക്കി ജില്ലാ കോടതി ശിക്ഷിച്ചത്. 2021 72കാരി സരോജിനിയെ പ്രതി മണ്ണെണ്ണ ഒഴിച്ച് തീകൊളുത്തി കൊലപ്പെടുത്തിയത്. ലാൽ കൃഷ്ണൻ വിവരങ്ങളുമായി തൊടുപുഴയിൽ നിന്ന് ചേരുന്നുണ്ട്. ലാൽ, എന്തായിരുന്നു ഈ കേസ്? ലാൽ, ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് 2021 മാർച്ച് 31 സ്വത്ത് തർക്കത്തിനെ തുടർന്നാണ് സരോജിനിയെ അതായത് ബന്ധുവായ കൊല്ലപ്പെടുത്തുന്നത്. ആദ്യഘട്ടത്തിൽ സരോജിനിയുടെ പേരിലുള്ള സ്വത്ത് ഇയാൾക്ക് കിട്ടും എന്ന പ്രതീക്ഷയുടെ പുറത്ത് സരോജിനി സംരക്ഷിച്ചു വന്നത് ഇയാളായിരുന്നു. ഏകദേശം 6 കോടി രൂപയുടെ അടുത്തുള്ള സ്വത്തുക്കളുണ്ട് എന്നാണ്. 2.5 ഏക്കറിന് മുകളിൽ സ്ഥലങ്ങളുണ്ട്. ഈ സ്ഥലമടക്കമുള്ള വസ്തുക്കൾ ലഭിക്കും എന്ന പ്രതീക്ഷയിൽ സരോജിനിയെ സംരക്ഷിച്ചു വരികയായിരുന്നു. എന്നാൽ നേരത്തെ തന്നെ തയ്യാറാക്കിയ വിൽപത്രത്തിന് പുറത്ത് സരോജിനിയുടെ 2 സഹോദരിമാർക്കുള്ള 9 മക്കൾക്കായിട്ട് സ്വത്ത് തുല്യമായി വീതം വെച്ചു എന്ന പ്രതി പിന്നീടാണ് അറിയുന്നത്. ഈ വിഷയത്തെ തുടർന്ന് പ്രകോപിതനായ പ്രതി രാത്രിയോടെ വീട്ടിലെത്തുകയും സരോജിനി അമ്മയോടൊപ്പം തന്നെ ഭക്ഷണം കഴിക്കുകയും ചെയ്തതിനു ശേഷം ഉപദ്രവിക്കുകയായിരുന്നു. അതായത് നിലത്തിട്ട് ചവിട്ടുകയും മാരകമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ആ സമയത്ത് വാരിയലുകൾ ഒടിഞ്ഞതായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. തുടർന്ന് അബോധാവസ്ഥയിലായ സരോജിനിയെ എടുത്ത് കട്ടിലേക്ക് ഇട്ടതിന് ശേഷം മണ്ണെണ്ണ ഒഴിച്ച് തീ കത്തിക്കുകയാണ് ഉണ്ടായത്. ഈ മണ്ണെണ്ണ ഒഴിച്ച് തീ കത്തിച്ചതിന് ശേഷം ഇതൊരു ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി പ്രതി അവിടെ നിന്ന് അടുക്കളയിലേക്ക് മൃതദേഹം എടുത്ത് മാറ്റുകയും അടുക്കളയിൽ ഗ്യാസ് സിലിണ്ടർ തുറന്നു വിട്ടതിന് ശേഷം തീയിടുകയുമാണ് ചെയ്തത്. ഒരു എക്സ്പ്ലോഷൻ ഉണ്ടായതിനു ശേഷം ഇതൊരു ആത്മഹത്യയാണ്, അടുപ്പിൽ നിന്ന് തീ വളർന്ന് ഉണ്ടായ അപകടമാണ് എന്ന രീതിയിൽ വരുത്തി. പിറ്റേന്ന് മുതൽ തന്നെ ആളുകൾക്ക് ഇതിൽ സംശയമുണ്ടായിരുന്നു. പോലീസ് ആദ്യഘട്ടത്തിൽ ഇത് വിശ്വസിച്ചിരുന്നെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ എതിരായിട്ട് വരികയായിരുന്നു. അതിനെ തുടർന്ന് നടത്തിയ തുടരന്വേഷണത്തിലാണ് പ്രതിയാണ് കുറ്റക്കാരനെന്നും മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചതടക്കമുള്ള സംഭവം നടത്തിയത് സുനിൽകുമാറാണ് എന്നും തെളിഞ്ഞത്. നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ആക്ഷൻ കൗൺസിൽ അടക്കം രൂപീകരിച്ചുകൊണ്ട് അന്വേഷണം ശക്തമായി മുന്നോട്ട് പോകണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് തൊടുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം രൂപീകരിച്ചാണ് ഇതിൽ അന്വേഷണം നടത്തിയത്. ഈ കേസിലാണ് നിർണായകമായ വിധി ജില്ലാ കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. ജീവപര്യന്തം തടവിനോടൊപ്പം തന്നെ 1.5 ലക്ഷം രൂപ പിഴയുമാണ് പ്രതിക്ക് ചുമത്തിയിരിക്കുന്നത്. 4 വകുപ്പുകളിലായിട്ട് 33 വർഷത്തിനടുത്ത് തടവ് ശിക്ഷയും പ്രതിക്ക് വേണ്ടി ചുമത്തിയിട്ടുണ്ട്. 2023 മുതൽ വിചാരണ കാലയളവ് ആരംഭിച്ച് പ്രതി ജയിലിലായിരുന്നെങ്കിൽ പോലും ഈ കാലയളവ് ശിക്ഷയിൽ പരിഗണിക്കേണ്ടതില്ല എന്നൊരു കാര്യം കൂടി കോടതി സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് ജീവപര്യന്തം തടവിന് വേണ്ടിയിട്ട് ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. ഇതിന് കൂടാതെയാണ് 33 വർഷം തടവ്. പിഴ ഒടുക്കിയില്ലെങ്കിൽ അധിക വർഷം തടവ് അനുഭവിക്കണം എന്ന കാര്യം കൂടി കോടതി സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാണെങ്കിലും പ്രതിയെ പൂർണ്ണമായി ശിക്ഷിച്ചതിൻ്റെ ആശ്വാസത്തിലാണ് നിലവിലുള്ളത്. പ്രതീക്ഷിച്ചത് തൂക്കുകയറാണ് എങ്കിൽ പോലും ആശ്വാസകരമായൊരു വിധിയാണ്, അല്ലെങ്കിൽ നീതി ലഭിച്ചു എന്നുള്ളത് തന്നെയാണ് പ്രോസിക്യൂഷനും ഇപ്പോൾ പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.